ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര നവംബർ 22 ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ട പുറത്തുവന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുന്ന ടീം ഇന്ത്യയെ പരിക്ക് സാരമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രധാന താരങ്ങൾ പരിക്കിന്റെ പിടിയിലായത് തന്നെയാണ് ടീം ഇന്ത്യയെ കുഴയ്ക്കുന്ന പ്രധാന ചോദ്യമായി മാറുന്നത്. പെർത്തിൽ 4 പേസ് 2 സ്പിൻ ബോളിംഗ് കോംബോയാണ് ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർക്കൊപ്പം ഹർഷിത് റാണയ്ക്ക് ആദ്യ ടെസ്റ്റിലേക്ക് അരങ്ങേറ്റം ലഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അശ്വിനെയും ജഡേജയും സ്പിൻ ഓൾറൗണ്ടർമാരായി ടീം ഇന്ത്യ പരിഗണിക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിന് ആദ്യ മത്സരത്തിൽ സ്ഥാനമുണ്ടാകില്ല. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യയെ ജസ്പ്രീത് ബുംറയായിരിക്കും നയിക്കുക എന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ടീമിനെ നയിച്ച എക്സ്പീരിയൻസുള്ള വിരാട് കോഹ്ലി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ റോളിലെത്തുമെന്നുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യയെ നയിച്ച എക്സ്പീരിയൻസുള്ള വിരാട് കോഹ്ലി തീർച്ചയായിട്ടും ബുംറയ്ക്കൊപ്പം നായകസ്ഥാനത്തേക്ക് എത്തുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ഗുണകരമായി മാറുമെന്നും ഇവിടെ ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നുണ്ട്. ശുഭ്മാൻ ഗിൽ ആദ്യ ടെസ്റ്റിൽ നിന്നും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റും നേരത്തെ വന്നിരുന്നു. പരിക്കിന്റെ പിടിയിലായ ശുഭ്മാൻ ഗില്ലിന് തിരിച്ചുവരാൻ 3 ദിവസത്തെ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ KL രാഹുലിന്റെ ഒരു അവൈലബിലിറ്റിയും ഇന്ന് ടീം അറിയിച്ചിട്ടുണ്ട്. ആദ്യ ടെസ്റ്റിന് സെലക്ഷനായി KL രാഹുൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ SSC ജയ്സ്വാൾ KL രാഹുൽ സഖ്യമായിരിക്കും ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിനായി എത്തുക. ശുഭ്മാൻ ഗില്ലിന് പകരം സായ് സുദർശനായിരിക്കും ടീം ഇന്ത്യ അവസരം നൽകുക. വീഡിയോ അവസാനിക്കുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.